എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫീമെയിൽ ഫോളോവേഴ്സ് കുറവാണ്. അതിൻ്റെ റീസൺ എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാണ്. ഞാനൊരു ക്യൂരിയസ് കേസ് പറഞ്ഞുതരാം. ലോകത്തിൽ ഏറ്റവും വലിയ ഫീമെയിൽ മെജോറിറ്റി പാർലമെൻറ്റ് എവിടെയാണെന്ന് അറിയാം? അതൊരു വെസ്റ്റേൺ കൺട്രി, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ നേഷൻ, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ നേഷൻ അല്ല. ആഫ്രിക്കയിലെ ഒരു കുഞ്ഞു രാജ്യം റവാണ്ട. 64% മെമ്പേഴ്സ് വിമൻ. ഒരു സമയം ജനസൈഡിൽ തകർന്ന രാജ്യം. പക്ഷേ റീബിൽഡ് ചെയ്തപ്പോൾ വിമനെ ഓഡിയൻസായി അല്ല, ലീഡേഴ്സായി കാണാൻ തുടങ്ങി. അത് കേട്ടപ്പോഴാണ് ഇന്ത്യയുടെ ഒരു സ്റ്റോറി ഓർമ്മ വന്നത്. നിങ്ങൾക്കറിയോ, 1945 ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത് ഓൾ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ. അപ്പോൾ ഹൻസ മേത്ത എന്ന ഇന്ത്യൻ വുമൻ ഒരു ചോദ്യം ചോദിച്ചു, വൈ മെൻ? ആ ഒരു ചോദ്യം കൊണ്ട് അത് മാറി. ഓൾ ഹ്യൂമൻസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ. ഒരു ഇന്ത്യൻ വുമൻ ഒരു വേർഡ് മാറ്റി. അതോടെ ലോകം ഉപയോഗിക്കുന്ന ഭാഷ വരെ മാറി. പിന്നെ ഇന്ത്യ നാരി ശക്തി വന്ദൻ അധിനിയം പാസ് ചെയ്തു. ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും 33% വുമൻ റെപ്രസെൻറ്റേഷൻ ലക്ഷ്യം വെച്ചുള്ള ഒരു വലിയ സ്റ്റെപ്പ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇനിയും വരാനുണ്ട്. പക്ഷെ ഡയറക്ഷൻ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ആസാം അസംബ്ലിയിൽ ഒരു ഡിസ്കഷൻ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരു ഭാര്യ ദീർഘകാലം ബെഡ് റിഡൻ ആണെങ്കിൽ ഭർത്താവിന് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദം വേണം എന്ന അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഒരു സൈഡിൽ റാവണ്ട, മറ്റേ സൈഡിൽ ഹൻസ മേത്ത, പിന്നെ 33% റെപ്രസെൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഇന്ത്യ. എന്നിട്ടും ചില കോൺവെർസേഷൻ ഇപ്പോഴും പാസ്റ്റിൽ കുടുങ്ങിയതുപോലെ തോന്നി. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ വിമനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല, അവർ ലീഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിനാണ്. ഹിസ്റ്ററി നോക്കിയാൽ വിമൻ സ്റ്റോറിന്റെ സൈഡ് ക്യാരക്ടർ ആയിരുന്നില്ല. പലപ്പോഴും സ്റ്റോറി മാറ്റി എഴുതിയത് അവർ തന്നെയാണ്. Hope you resonate to this story. Bye for now.